Good morning to all. Welcome to Bosco Campus Vision, the official YouTube channel of Don Bosco College, Kottayam. This is Asha SP, Assistant Professor of PG Department of Commerce. So, we are on the second lecture of Income Tax Law and Practice. That is Module 1, Profit and Gains of Business from Business or Profession. So, in the last class, we have discussed the definition of the terms business and profession. The term business is defined under section 2 subsection 30 and the term profession is defined under section 2 subsection 36. 2 subsection 36. So, in the we discuss a problem ചെയ്യുന്നതിന്റെ format ആണ്. Format of computation of profit and gains from business or profession. So, അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഒക്കെ പഠിക്കുന്നു അല്ലേ. സോ അക്കൗണ്ടിങ്ങിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ ഏത് അക്കൗണ്ടാണ് പഠിക്കുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഒരു ഓർഗനൈസേഷൻസ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത് ത്രൂ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ എനിക്കുണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകംസും ക്രെഡിറ്റ് ചെയ്യും. ഐദർ ബിസിനസ് ഓർ പേഴ്സണൽ. അത് നമുക്ക് ബിസിനസ് എന്നോ പേഴ്സണൽ എന്നോ ഒന്നുമില്ല. പക്ഷേ ടാക്സിൽ ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് മൊത്തം 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണുള്ളത്. സോ നമ്മൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഓരോ ഇൻകംസും ഓരോ ഹെഡിലാണ് കാണിക്കുന്നത്. സാലറി ആണെങ്കിൽ സാലറി ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ബിസിനസ് ആണെങ്കിൽ അത്, ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അത് ഇതിലൊന്നും ഇല്ലാത്ത നമ്മൾ എവിടെ കാണിക്കും? ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെയും ടാക്സിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും കാണിക്കും. ടാക്സിൽ നമ്മൾ ഓരോ ഇൻകവും അല്ലെങ്കിൽ എക്സ്പെൻസും ഓരോ ഹെഡിലേ കാണിക്കത്തുള്ളൂ. സോ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് മുമ്പിൽ കിട്ടിയാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് ആയിരിക്കും. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, what do you mean by profit and loss account? Account which is prepared to find out gross profit or net profit or net loss. So it is debited with all expenses, indirect expenses and credited with all indirect income. ഇതാണ് P&L account format. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആ ഫോർമാറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. Are you clear? അപ്പോൾ ഇവിടെ എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും ഉണ്ടായിരിക്കും. അതിൽ നിന്നും നമുക്ക് വേണ്ടത് എന്താണ്? ബിസിനസ് എക്സ്പെൻസ് അല്ലെങ്കിൽ ബിസിനസ് ഇൻകം. അപ്പോൾ നമുക്ക് അത് മാത്രം മതി, ബിസിനസ് എക്സ്പെൻസ് ഓർ ബിസിനസ് ഇൻകം. ബിക്കോസ് അത് മാത്രം നമുക്ക് ഈ ഹെഡിൽ കണ്ടുപിടിച്ചാൽ മതി. സോ അപ്പോൾ നമ്മുടെ മുമ്പിൽ തരുന്നത് ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങളുടെ മുമ്പിൽ കിട്ടിയാൽ അതിൽ നിന്നും ആദ്യം എന്തെടുത്ത് എഴുതുക? നെറ്റ് പ്രോഫിറ്റ് as per P&L account. Net profit as per P&L account. ഇത് നമ്മൾ എഴുതിയെടുത്ത് വെക്കാം. ഇത് എഴുതിയെടുക്കാൻ ആർക്കും ഒരു ഡൗട്ടും ഇല്ല. നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടിയാൽ അതിൽ ഏറ്റവും താഴെ നെറ്റ് പ്രോഫിറ്റ് കാണും. 50,000 ആണെങ്കിൽ 50,000, 20,000 ആണെങ്കിൽ 20,000. അതെടുത്ത് എഴുതി അങ്ങ് വെക്കുക. ഓക്കെ. സോ ആദ്യം എന്തെടുത്ത് എഴുതുക? നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L account. ഇത് ആർക്കും വേണം ചെയ്യാം. ദെൻ ഇതിൻ്റെ കൂടെ നമ്മൾ 2 ഐറ്റം ആഡ് ചെയ്യും. ആഡ് disallowed expenses, then incomes taxable as business but not credited to P&L account. ഈ 2 ഐറ്റംസും നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഡിസലൗഡ് എക്സ്പെൻസ്? എന്താണ് ഇൻകം ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടു P&L account. ഇനി നമ്മൾ എന്തിന് ഇത് ആഡ് ചെയ്യുന്നു? നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ഇത്രയാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ആൻഡ് എന്തിനു വേണ്ടിയിട്ട് നമ്മളിത് ആഡ് ചെയ്യുന്നു? സോ ഡിസലൗഡ് എക്സ്പെൻസ് ഏത് സൈഡിലാണ് കിടക്കുന്നത്? നമുക്കറിയാം എക്സ്പെൻസസ് ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് P&L account. So expenses നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. What is disallowed expenses? Disallowed expenses means expenses debited in P&L account but not allowed as expense as per Income Tax Act. അത് P&L account ഡെബിറ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. ബട്ട്
P&L account അത് എവിടെ ചെയ്തേക്കുക, ഡെബിറ്റ് സൈഡിലെടുത്ത് എഴുതി വെച്ചേക്കുക. പക്ഷേ ഇത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അത് ബിസിനസ് എക്സ്പെൻസ് ആണോ? അല്ല. അങ്ങനെയുള്ള എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് ആഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിസലൗഡ് എക്സ്പെൻസസ്. സോ ഡിസലൗഡ് എക്സ്പെൻസസ് മീൻസ് എക്സ്പെൻസസ് വിച്ച് ആർ ഡെബിറ്റഡ് ഇൻ P&L account ബട്ട് നോട്ട് അലൗഡ് ആസ് എക്സ്പെൻസസ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. ദെൻ ഇനി എന്തിനാണ് അതിനെ ആഡ് ചെയ്യുന്നത്? സേ ഫോർ എക്സാമ്പിൾ, ഡൊണേഷൻ ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഡൊണേഷൻ ഇസ് എ ഡിസലൗഡ് എക്സ്പെൻസ്. അത് ബിസിനസ് എക്സ്പെൻസ് ആണോ? അല്ല. പക്ഷെ അത് എവിടെ എഴുതി വെച്ചേക്കുക, P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. സോ ആ ഡൊണേഷൻ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മളങ്ങ് മാറ്റി. ഡൊണേഷൻ ഒരു എക്സ്പെൻസ് ആണ്. ഒരു എക്സ്പെൻസ് മാറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. സോ കൂടിയ പ്രോഫിറ്റ് ആണ് നമ്മൾ ഈ ഐറ്റം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആർ യു ക്ലിയർ? സോ ഡൊണേഷൻ ഒരു ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഡൊണേഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കൂടും. കൂടിയ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഐറ്റം എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആ പർട്ടിക്കുലർ ഡൊണേഷൻ നമ്മളപ്പോൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. സോ അതുപോലെ തന്നെ ഇൻകം ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. സോ ബിസിനസ് ഇൻകത്തിൽ ക്രെഡിറ്റഡ് ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് കമ്മീഷൻ റിസീവ്ഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ എക്സ്പെൻസ്, ബിസിനസ് എക്സ്പെൻസ് റിസീവ്, ബിസിനസ് ഇൻകം റിസീവ്ഡ്. അത് P&L അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടില്ല. അങ്ങനെ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. ഒരു പർട്ടിക്കുലർ ഇൻകം കൂടുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി കൂടും. സോ കൂടിയ നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മളായിട്ട് എന്ത് ചെയ്യണം, കൂട്ടണം. സോ ഇൻകം ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഈ പർട്ടിക്കുലർ ഐറ്റം P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ, P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. സോ കൂടിയ ഐറ്റംസ് കൂടിയ ഐറ്റം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഐറ്റം എന്ത് ചെയ്യണം, കൂട്ടണം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഐറ്റം എടുക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിന് എന്ത് ചേഞ്ച് വരുമെന്ന് കണ്ടുപിടിക്കുക. ഒരു ഐറ്റം എടുത്ത് മാറ്റിയാൽ നെറ്റ് പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ ആ ഐറ്റം എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് കൂടുവാണെങ്കിൽ ഐറ്റം എന്ത് ചെയ്യണം, കൂട്ടണം. സോ ഇവിടെ ഒരു എക്സ്പെൻസ് മാറ്റിയാൽ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാണ്, കൂടുവാണ്. സോ ആ പർട്ടിക്കുലർ ഐറ്റം എന്ത് ചെയ്യണം, കൂട്ടണം. ഇനി ഒരു ഇൻകം എടുത്ത് വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യണം, നെറ്റ് പ്രോഫിറ്റ് കൂടുവാണ്. സോ ഐറ്റം എന്ത് ചെയ്യണം, കൂട്ടണം. ദെൻ അപ്പോൾ ഈ രണ്ടാണ് ഐറ്റമാണ് ആഡ് ചെയ്യേണ്ടത്, ഡിസലൗഡ് എക്സ്പെൻസ് ആൻഡ് ഇൻകം ടാക്സബിൾ ആസ് ബിസിനസ് ഇൻകം ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. എന്താ ലെസ് ചെയ്യേണ്ടത്, എക്സ്പെൻസസ് allowed in P&L account but not shown in or but not debited in P&L account. എക്സ്പെൻസസ് അതായത് P&L അക്കൗണ്ടിൽ കാണിക്കേണ്ട എക്സ്പെൻസ് ആയിരുന്നു പക്ഷെ കാണിച്ചിട്ടില്ല. P&L അക്കൗണ്ടിൽ കാണിക്കേണ്ട എക്സ്പെൻസ് ആയിരുന്നു പക്ഷെ കാണിച്ചിട്ടില്ല. എക്സ്പെൻസ് കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻകം എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ട് ആ പർട്ടിക്കുലർ ഐറ്റം എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അത് ഏതൊക്കെ ഐറ്റം ആണെന്ന് ഞാൻ ഇനി വരുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ച് തരാം. ജസ്റ്റ് ഇപ്പോൾ ഈ ഫോർമാറ്റ് മാത്രം പഠിക്കുക. ഓക്കെ, ഇതിന്റെ മീനിങ് പഠിക്കണേ. ചുമ്മാ ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട് ബട്ട് നോട്ട് അലൗഡ് ആസ് എക്സ്പെൻസസ് ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. ഇനി ഇവിടെ ഏതായിരിക്കും ലെസ് ചെയ്യേണ്ടത്? ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും, ഇൻകം ആയിരിക്കും. സോ ഇൻകംസ് taxable as not taxable as business income, incomes not taxable as business income but credited to P&L account. For example, income from house property ഏത് ഹെഡിൽ വരേണ്ടതാണ്? Of course it is coming under the head income from house property. അത് ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? സോ അത് ആറ്റിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. ഒരു ഇൻകം ആണ്, ആ ഇൻകം നമ്മുടെ ബിസിനസ് ഇൻകത്തിൽ വരേണ്ടതല്ല. സോ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കുറയും. സോ ആ പർട്ടിക്കുലർ ഐറ്റം എന്ത് ചെയ്യണം, കുറയ്ക്കണം. സോ ആർ യു ക്ലിയർ? സോ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് എഴുതിയെടുത്ത് വെക്കുക. ദെൻ ആഡ് ഡിസലൗഡ് എക്സ്പെൻസസ്, ദെൻ ഇൻകംസ് നമ്പർ 1, നമ്പർ 2 disallowed expenses or income taxable as business income but not credited in P&L account. എന്തുകൊണ്ട് ഇത് ആഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത് ലെസ് ചെയ്യുന്നു മനസ്സിലായല്ലോ. ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണിക്കേണ്ടാത്തൊരു എക്സ്പെൻസ്, അത് നമ്മൾ കാണിച്ചു, നമ്മൾ കാണിക്കേണ്ട. മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കൂടും. സോ കൂടിയ നെറ്റ് പ്രോഫിറ്റ് ആണ് ആ പർട്ടിക്കുലർ ഐറ്റം എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പോൾ ഏതൊക്കെ ഈ ഐറ്റത്തിൽ വരുമെന്ന് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇങ്ങനെയാണ് നമുക്ക്, സോ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും, ബിസിനസ്
ഇൻകം. സോ ഓർ ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ ഇനിയും നമുക്ക് ഇതിനകത്ത് വരുന്ന ഐറ്റംസ് ഉണ്ട്. ഇൻ ജനറൽ ഇതിനകത്ത് വരുന്ന ഇത്രയും ഐറ്റംസ് ആണ്. Disallowed expenses, income taxable as business income but not credited to P&L account. Expenses allowed in P&L account but not debited in P&L account. Or incomes not taxable as business income but credited in P&L account. So this is a format of the computation of profit and gains from business or profession. So ഇന്നത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഫോർമാറ്റ് ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക, ഫോട്ടോ എടുത്ത് തന്നെ വാട്സ്ആപ്പ് ചെയ്യുക. സോ ദിസ് ഇസ് ആശ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.